അറ്റ്ലാന്റിസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിഗൂഢത നിറഞ്ഞ ഒരു പുരാതന നഗരം തെളിഞ്ഞു വരും. കടലിനടിയിൽ മറഞ്ഞു കിടക്കുന്ന അതിവിശാലമായ കൊട്ടാരങ്ങളും അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഒരു നാഗരികത. യഥാർത്ഥത്തിൽ അറ്റ്ലാന്റിസ് എന്നത് ഒരു മിഥ്യയാണോ, അതോ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മറന്നുപോയ ഒരു യാഥാർത്ഥ്യമോ? നമസ്കാരം, നിങ്ങൾക്ക് എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ. അറ്റ്ലാന്റിസിന്റെ ഉത്ഭവം. അറ്റ്ലാന്റിസിനെ കുറിച്ച് ആദ്യമായി ലോകം അറിയുന്നത് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ രചനകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ടിമയസ്, ക്രിറ്റിയാസ് എന്നീ സംഭാഷണങ്ങളിൽ അറ്റ്ലാന്റിസ് എന്ന ദ്വീപിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹെർക്കുലീസിന്റെ സ്തംഭങ്ങൾക്ക്, അതായത് ഇന്നത്തെ ജിബ്രാൾട്ടർ കടലിടുക്ക് അപ്പുറം സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻ ശക്തിയായിരുന്നു അതെന്ന് പ്ലേറ്റോ പറയുന്നു. അവിടെ അതിശക്തരും സമ്പന്നരുമായ ഒരു ജനതയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവരുടെ അഹങ്കാരവും അത്യാഗ്രഹവും കാരണം ഒരു രാത്രിയും ഒരു പകലും നീണ്ടുനിന്ന അതിശക്തമായ ഭൂകമ്പത്തിലും വെള്ളപ്പൊക്കത്തിലും അറ്റ്ലാന്റിസ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോയി. അറ്റ്ലാന്റിസ് എന്ന പുരാതന നഗരത്തിൻ്റെതായി പ്ലേറ്റോയുടെ രചനകളിൽ വിവരിച്ചിട്ടുള്ള ചില സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവയൊക്കെ അറ്റ്ലാന്റിസിനെ വളരെ സവിശേഷവും നിഗൂഢവുമാക്കുന്നു. 1. അസാധാരണമായ വാസ്തുവിദ്യ. അറ്റ്ലാന്റിസ് നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്രീകൃതമായ വൃത്തങ്ങളോട് കൂടിയാണ്. കരയും വെള്ളവും ഇടകലർന്ന ഈ വൃത്തങ്ങൾക്കിടയിൽ പാലങ്ങൾ നിർമ്മിച്ച് അവയെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. ഈ നിർമ്മാണ ശൈലി അറ്റ്ലാന്റിസിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. 2. സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ. അറ്റ്ലാന്റിസ് ദ്വീപ് സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമായിരുന്നു. ധാതു സമ്പത്തും മനോഹരമായ പൂന്തോട്ടങ്ങളും ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമിയും അവിടെ ഉണ്ടായിരുന്നു. 3. ഒറിക്കാൽക്കം. അറ്റ്ലാന്റിസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിഗൂഢവുമായ ഒരു ലോഹമാണ് ഒറിക്കാൽക്കം. ചെമ്പിനോട് സാമ്യമുള്ളതും എന്നാൽ തിളക്കമുള്ളതുമായ ഈ ലോഹം നഗരത്തിന്റെയും കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഭിത്തിയിൽ പൊതിയാൻ ഉപയോഗിച്ചിരുന്നു. പ്ലേറ്റോയുടെ വിവരമനുസരിച്ച് ഈ ലോഹം സ്വർണത്തേക്കാൾ മൂല്യമുള്ളതായിരുന്നു. 4. സാങ്കേതിക വിദ്യ. അറ്റ്ലാന്റിസിലെ ജനങ്ങൾ സാങ്കേതികമായി വളരെയധികം മുന്നിലായിരുന്നു. അവരുടെ നിർമ്മിതികളും ജലസേചന സമ്പ്രദായങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും അക്കാലത്തെ മറ്റ് നാഗരികതകളേക്കാൾ വളരെ മികച്ചതായിരുന്നു. 5. അതിശക്തമായ സൈനിക ശേഷി. അറ്റ്ലാന്റിസുകാർ അതിശക്തരും സാഹസികരുമായ യോദ്ധാക്കളായിരുന്നു. അവരുടെ സൈന്യം അക്കാലത്ത് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ മാത്രം ശക്തമായിരുന്നു. 6. രാജകീയ നഗരം. അറ്റ്ലാന്റിസിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന രാജകീയ നഗരം അതിന്റെ ഭരണാധികാരിയായ പോസിഡോണിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൊട്ടാരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ദ്വീപിലെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരുന്നത്. 7. സമ്പത്തും ആഡംബരവും. അറ്റ്ലാന്റിസ് സമ്പത്തും ആഡംബരവും നിറഞ്ഞ ഒരു നഗരമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ ആഡംബര ജീവിതം നയിച്ചു. എന്നാൽ ഈ അമിതമായ ആഡംബരവും അത്യാഗ്രഹവും ഒടുവിൽ അവരുടെ പതനത്തിന് കാരണമായി എന്നും പ്ലേറ്റോ രേഖപ്പെടുത്തുന്നു. തെളിവുകൾ തേടിയുള്ള യാത്രകൾ. പ്ലേറ്റോയുടെ വിവരണങ്ങൾ പല പണ്ഡിതന്മാരെയും ഗവേഷകരെയും അറ്റ്ലാന്റിസ് തേടിയുള്ള യാത്രകൾക്ക് പ്രേരിപ്പിച്ചു. എന്നാൽ ഇന്നുവരെ അറ്റ്ലാന്റിസ് സ്ഥിതി ചെയ്തിരുന്നതായി കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മെഡിറ്ററേനിയൻ കടൽ. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഏതാണ്ട് 1600 BC-യിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ തകർന്ന സന്തുരിണി ദ്വീപായിരിക്കാം പ്ലേറ്റോയുടെ അറ്റ്ലാന്റിസ് എന്ന്. മിനോവൻ നാഗരികതയുടെ ഭാഗമായിരുന്ന ഈ ദ്വീപ് പ്ലേറ്റോയുടെ വിവരണങ്ങളുമായി ചില സാമ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം. ചിലർ വിശ്വസിക്കുന്നത് അറ്റ്ലാന്റിസ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എവിടെയോ ആണെന്നാണ്. അതുകൊണ്ടാണ് ഈ സമുദ്രത്തിന് ഈ പേര് വന്നതെന്നും അവർ വാദിക്കുന്നു. ബഹാമാസ്. ബഹാമാസിലെ ബിമിനി റോഡ് എന്നറിയപ്പെടുന്ന ഒരു കടലിനടിയിലെ പാറക്കെട്ടുകൾ മനുഷ്യനിർമ്മിതമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇത് അറ്റ്ലാന്റിസിന്റെ അവശിഷ്ടങ്ങളാകാമെന്നും അവർ കരുതുന്നു. ഈ കണ്ടെത്തലുകൾക്കൊന്നും അറ്റ്ലാന്റിസ് യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിക്കാൻ തക്ക ശക്തമായ തെളിവുകളില്ല. അറ്റ്ലാന്റിസ് ഒരു ഗുണപാഠ കഥ മാത്രം. പല പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ പ്ലേറ്റോ അറ്റ്ലാന്റിസിനെ കുറിച്ച് എഴുതിയത് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യന്റെ അഹങ്കാരത്തെയും
അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള ഒരു ഗുണപാഠ കഥയായിട്ടാണ് എന്ന് പറയുന്നു. ഒരു ആദർശ രാഷ്ട്രം എങ്ങനെയായിരിക്കണമെന്നും അതിന്റെ തകർച്ച എങ്ങനെ സംഭവിക്കുമെന്നും വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് അറ്റ്ലാന്റിസ്. അറ്റ്ലാന്റിസ് നിഗൂഢത ഇന്നും തുടരുന്നു. അറ്റ്ലാന്റിസിന് ഒരു യാഥാർത്ഥ്യമായിരുന്നോ അതോ ഒരു മിഥ്യയായിരുന്നോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഒരു പക്ഷേ കടലിന്റെ ആഴങ്ങളിൽ ഇന്നും ആ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം. എന്തായാലും അറ്റ്ലാന്റിസിന്റെ കഥ മനുഷ്യന്റെ ഭാവനയെയും ജിജ്ഞാസയെയും ഇന്നും ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു. അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.